ഇവരൊക്കെ പറഞ്ഞ പോലെ അത്ഭുതമാണ് തോന്നുന്നത്. പെട്ടെന്ന് റിവൈൻഡ് ചെയ്ത് ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് റിവൈൻഡ് ചെയ്ത് എൻ്റെ മെമ്മറീസ് പോയത്, ആട് റിലീസായതിൻ്റെ അന്ന് രാത്രി ഞാനും മിഥുനും വിജയുടെ അനിയൻ വിനയും കൂടെ രാത്രി ഇരുന്നിങ്ങനെ ഇവരുടെ ഗസ്റ്റ് ഹൗസിൽ മേൽപോട്ട് നോക്കി വായും പൊളിച്ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഭയങ്കര ദുഃഖകരമായിരുന്നു. മിഥുൻ്റെ മുഖം വാടിയിരിക്കുന്നു. ഓഫ്കോഴ്സ് ഞങ്ങളുടെ മുഖം വാടി തന്നെയായിരുന്നു. പക്ഷെ എൻ്റെ ഉള്ളിൽ എവിടെയോ ഈ പടം ഹിറ്റാണെന്നുള്ളത് ഒന്ന് രണ്ട് പേര് പറഞ്ഞിരുന്നു. അപ്പൊ ആ ഒരു ചെറിയ സന്തോഷം എനിക്കുണ്ടായിരുന്നു. പക്ഷെ യാഥാർത്ഥ്യം വിനയ്ക്കും മിഥുനും മാത്രമായിരുന്നു അറിയാവുന്നത്. അപ്പൊ ഞാൻ വളരെ ഇടയ്ക്ക് ചിരിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ ഇവര് അങ്ങനെ ചിരിക്കുന്നൊന്നുമില്ല. അപ്പൊ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാൽ എൻ്റെ തമാശകൾ അങ്ങനെ വർക്കാവാറില്ല. അപ്പൊ ഞാൻ ചിലപ്പോൾ അത് വർക്കാവാത്തതുകൊണ്ടായിരിക്കും ഇവര് ചിരിക്കാത്തത്. പക്ഷെ എന്നാലും മിഥുനും വിനയൊക്കെ നല്ല മനസ്സുള്ള ആൾക്കാരാണ്. അവർ ചിലപ്പോഴൊക്കെ അങ്ങനെ ചിരിച്ച് സപ്പോർട്ടൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ രണ്ടാമത്തെയും മൂന്നാമത്തെയും ദിവസമൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു മൺഡേ വരും. ഈ മൺഡേ ആണ് നമ്മളെ സംബന്ധിച്ച ഏറ്റവും വലിയൊരു പേടി. സൺഡേ ഒക്കെ പിന്നെയും കളക്ഷൻ വരും. മൺഡേ ആകുമ്പോഴത്തേക്കും ഏതൊരു പടവും ഹോളിഡേയ്സ് അല്ലെങ്കിൽ ഒന്ന് താഴും, ഒരു ഡിപ്പ് വരും. മൺഡേ ഡെഫിനറ്റ്ലി ഡിപ്പ് വന്നു. പിന്നെ അങ്ങോട്ട് ഡിപ്പോട് ഡിപ്പായിരുന്നു, തകർന്നാകെ. പക്ഷേ ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ആ സിനിമയുടെ മൂന്നാം ഭാഗം ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു വേദിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് ഒരുപാട് സന്തോഷം തരുന്നുണ്ട്.